ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരേ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ? പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, വേഗം വീഡിയോ കണ്ടു നോക്കാം. വെട്ടിന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ല പഴുത്ത പഴം എടുക്കുക. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒന്ന് അരച്ച് വരാം. അരച്ചെടുത്ത പഴത്തിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരക്കണമെന്നൊന്നുമില്ല, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഒരു 1/4 കപ്പിലും താഴെ ഉപ്പ് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിൽ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അതിൻ്റെ അളവ് നിങ്ങളുടെ പഴത്തിൻ്റെയും നിങ്ങളുടെ മധുരത്തിന് ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി അതാണ് ചേർക്കുന്നത്. ഇത് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതേപോലെ മിക്സ് ആയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് മൈദാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. കട്ടിയുള്ള എന്നാൽ അധികം ലൂസാവാത്ത ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത്. അധികം ചേരുവകളൊന്നും ഇല്ല, എന്നാൽ നല്ല വെറൈറ്റി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ കലക്കിയെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക്, ഇത്രയും കട്ടിക്ക് വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം ഇതേപോലെ ഒന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. എനിക്ക് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാം എടുത്താലും കൊള്ളാം കേട്ടോ. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനിപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് താഴോട്ടാക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് പുറം വശം കരിഞ്ഞു പോകും, അത് വെന്തും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് തീ ഒന്ന് ഇങ്ങനെ ക്രമീകരിക്കാൻ പറയുന്നത്. നല്ല രീതിയിൽ നല്ല പൊങ്ങി വരും ഇത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.